മൂന്നാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ ഒന്നാമത്തെ പാഠമായ ടെൻഡർ ടച്ചിലെ ആക്ടിവിറ്റീസ് ഒന്ന് നോക്കാം. പേജ് നമ്പർ 21 ആക്ടിവിറ്റി 1, ഐഡൻറ്റിഫൈ ദ റൈമിംഗ് വേർഡ്സ് ആൻഡ് ഗിവ് ദ സെയിം കളർ ടു ഈച്ച് പെയർ. അതായത് റൈമിംഗ് വേർഡ്സ് കണ്ടെത്തിയിട്ട് ഓരോ വേർഡ്സും സെയിം കളർ, ഒരുപോലുള്ള കളറ് കൊടുക്കാനാണ് പറയുന്നത്. റൈമിംഗ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ ഒരുപോലെ അവസാനിക്കുന്ന, അതായത് ഉച്ചാരണത്തിൽ ഒരുപോലെ അവസാനിക്കുന്ന വേർഡ്സുകളാണ് റൈമിംഗ് വേർഡ്സ്. അവയുടെ അവസാനം ഉച്ചരിക്കുന്നത് ഒരുപോലെ ആയിരിക്കും. ഇവിടെ ഒന്നാമത്തത് ഫ്രൗൺ, രണ്ടാമത്തത് ഹോൾഡ്, മൂന്നാമത്തത് ഹാൻഡ്. അപ്പോൾ ഇവയുടെ അതേപോലെ ഉച്ചാരണം അവസാനിക്കുന്ന വേർഡ്സാണ് താഴെ നിന്ന് കണ്ടെത്തി എഴുതേണ്ടത്. ഒന്നാമത്തത് ഇവിടെ ഫ്രൗൺ ആണ്, പച്ച നിറത്തിൽ കൊടുത്തുള്ളത്, ഗ്രീൻ കളറിൽ കൊടുത്തുള്ളത് ഫ്രൗൺ. അപ്പോൾ ഇവിടെ ഉച്ചരിക്കുമ്പോൾ ഫ്രൗൺ, ആവും, അങ്ങനെയാണ് അവസാനം. അപ്പോൾ ഫ്രൗൺ. അപ്പോൾ താഴെ നിന്ന് നമുക്കറിയാം ഡൗൺ, താഴെ നിന്ന് എഴുതേണ്ടത് ഡൗൺ എന്നാണ്. അതുപോലെ അവസാനിക്കുന്നത് ഡൗൺ ആണ്. അപ്പോൾ അതിന് ഗ്രീൻ കളർ കൊടുക്കുക. അതുപോലെ രണ്ടാമത്തത് ഹോൾഡ് ആണ്, ഹോൾഡ്, ഹോൾഡ്. അതുപോലെ ഉച്ചരിക്കുന്നത് അടിയിൽ ഗോൾഡ്, ഗോൾഡ്, ഉച്ചാരണം അവസാനിക്കുന്നത് ഗോൾഡ്, ഹോൾഡ്, ഗോൾഡ്. അതുപോലെ മൂന്നാമത്തത് ഹാൻഡ് ആണ്, ഹാൻഡ്, ഹാൻഡ്. അതുപോലെ ഉച്ചാരണം അവസാനിക്കുന്ന വേർഡ് അണ്ടർസ്റ്റാൻഡ്, അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ അതിന് ഒരുപോലെയുള്ള നിറം കൊടുക്കുക. ഫ്രൗൺ, ഡൗൺ, ഹോൾഡ്, ഗോൾഡ്, ഹാൻഡ്, അണ്ടർസ്റ്റാൻഡ്. ആക്ടിവിറ്റി 2, കംപ്ലീറ്റ് ദ പോയം യൂസിങ് ദ ക്ലൂസ് ഗിവൺ ഇൻ ദ ബോക്സ്. ഇവിടെ കുറച്ച് വരികൾ പോയം തന്നിട്ടുണ്ട്, കുറച്ച് ക്ലൂസ് നമുക്ക് ബോക്സിൽ കാണാം. അപ്പോൾ ഈ ക്ലൂസ് വെച്ചിട്ട് ഈ വരികൾ കൂട്ടിച്ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ ബട്ടർഫ്ലൈ ഫ്ലട്ടറിങ് ഇൻ ദ ഗാർഡൻ. മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ പീകോക്ക് ഡാൻസിങ് ഇൻ ദ വൂഡ്സ്. മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ, ബാക്കി നമ്മൾ പൂരിപ്പിക്കണം, വരികൾ ഉണ്ടാക്കണം. മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ ബട്ടർഫ്ലൈ, എൻ്റെ ഫ്രണ്ട് ഒരു ബട്ടർഫ്ലൈ, ഒരു ചിത്രശലഭത്തെ പോലെയാണ്. ഫ്ലട്ടറിങ് ഇൻ ദ ഗാർഡൻ, അത് ഗാർഡനിൽ ചിറകിട്ടടിക്കുകയാണ്, പാറി നടക്കുകയാണ്. മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ പീകോക്ക്, എൻ്റെ ഫ്രണ്ട് ഒരു പീകോക്ക് പോലെയാണ്, ഒരു മയിൽ പോലെയാണ്. ഡാൻസിങ് ഇൻ ദ വൂഡ്സ്, അത് കാട്ടിൽ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഉള്ള ഈ ബോക്സിൽ കാണുന്ന ക്ലൂസ് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ പൂരിപ്പിക്കേണ്ടത്. അപ്പോൾ ബോക്സിൽ കാണാം ട്രീ, ബോട്ട്, ഫ്ലവർ, സ്റ്റാർ. അതുപോലെ ബ്ലൂമിങ് ഇൻ ദ ഗാർഡൻ, സ്വേയിങ് ഇൻ ദ വിൻഡ്, ഷൈനിങ് ഇൻ ദ സ്കൈ, ഫ്ലോട്ടിങ് ഓൺ ദ റിവർ. ഇവിടെ ട്രീ, ഫ്ലവർ, സ്റ്റാർ, ബോട്ട്, ഇവ 4 തിങ്സാണ്, 4 സാധനങ്ങളാണ്. അതുപോലെ ബ്ലൂമിങ് ഇൻ ദ ഗാർഡൻ, ഗാർഡനിൽ വിടർന്നു വരുന്നു. അതുപോലെ സ്വേയിങ് ഇൻ ദ വിൻഡ്, കാറ്റിൽ ആടുന്നു. ഷൈനിങ് ഇൻ ദ സ്കൈ, ആകാശത്ത് തിളങ്ങി നിൽക്കുന്നു. ഫ്ലോട്ടിങ് ഓൺ ദ റിവർ, പുഴയിൽ ഒഴുകി നടക്കുന്നു. ഈ ക്ലൂ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അടുത്തത് ഇങ്ങനെ ഉണ്ടാക്കാം. മൈ ഫ്രണ്ട് ഈസ് ലൈക്ക്, ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഇതിൽ ഈ 4 തിങ്സിൽ ഏതും ഉപയോഗിക്കാം. ഇവിടെ ആദ്യമായിട്ട് ബോട്ടാണ് ഞാൻ എടുത്തുള്ളത്. അപ്പം മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ ബോട്ട്, എൻ്റെ ഫ്രണ്ട് ഒരു ബോട്ട് പോലെയാണ്. ഫ്ലോട്ടിങ് ഓൺ ദ റിവർ, അപ്പോൾ ബോട്ട് എടുത്തത് കൊണ്ട് തന്നെ അവിടെ ഫ്ലോട്ടിങ് ഓൺ ദ റിവർ, റിവറിൽ, പുഴയിൽ ഒഴുകി നടക്കുന്നു. അപ്പോൾ ബോട്ടായതുകൊണ്ട് നമുക്ക് ആ ഫ്ലോട്ടിങ് ഓൺ ദ റിവർ എന്നുള്ളത് നമുക്ക് തിരഞ്ഞെടുക്കണം അവിടെ. അടുത്ത വരി മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ ഫ്ലവർ, ഞാനവിടെ ഫ്ലവറാണ് എടുത്തത്. അപ്പോൾ മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ ഫ്ലവർ, എൻ്റെ ഫ്രണ്ട് ഒരു ഫ്ലവർ പോലെയാണ്, ഒരു പുഷ്പം പോലെയാണ്. ബ്ലൂമിങ് ഇൻ ദ ഗാർഡൻ, അത് പൂന്തോട്ടത്തിൽ വിരിഞ്ഞു നിൽക്കുന്നു. അപ്പോൾ അവിടെ ഫ്ലവർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ബ്ലൂമിങ് ഇൻ ദ ഗാർഡൻ എന്നുള്ളത് തിരഞ്ഞെടുക്കാൻ കാരണം. അടുത്ത വരി മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ ട്രീ, എൻ്റെ ഫ്രണ്ട് ഒരു ട്രീ പോലെയാണ്, ഒരു മരം പോലെയാണ്. സ്വേയിങ് ഇൻ ദ വിൻഡ്, അത് കാറ്റിലിങ്ങനെ ആടി കളിക്കുകയാണ്. അപ്പോൾ അവിടെ ട്രീ ആയതുകൊണ്ടാണ് സ്വേയിങ് ഇൻ ദ വിൻഡ് എന്നുള്ളത് അടുത്ത വരി വരാൻ കാരണം.
അടുത്തത് മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ സ്റ്റാർ. എൻ്റെ ഫ്രണ്ട് ഒരു സ്റ്റാർ പോലെയാണ്. ഷൈനിങ് ഇൻ ദ സ്കൈ, അത് ആകാശത്ത് തിളങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ ഓരോ തിങ്സും നമ്മളെ ഫ്രണ്ട്സ് ആക്കിയിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള വരികൾ അവിടെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അടുത്ത ആക്ടിവിറ്റീസ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.